കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നിരപ്പിൽ വയോധികയെ ഭർത്താവ് കഴുത്തെറുത്ത് കൊലപ്പെടുത്തി. നിരപ്പ് കുളങ്ങാട്ടുപാറ കത്രിക്കുട്ടിയാണ് മരണമടഞ്ഞത്. ഭർത്താവ് ജോസഫിനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂവാറ്റുപുഴ നിരപ്പിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മൂവാറ്റുപുഴ നിരപ്പ് കുളങ്ങാട്ടുപാറ കത്രിക്കുട്ടിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ജോസഫിനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി 11:30-യോടെയാണ് സംഭവം നടന്നത്. വീട്ടിൽ കത്രിക്കുട്ടിയും ജോസഫും ഒരു മകളും മകനും മകന്റെ കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. 11 മണിയോടെ കത്രിക്കുട്ടി കിടന്ന മുറിയിലേക്ക് എത്തിയ മകളാണ് കത്രിക്കുട്ടി ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഒച്ചവെച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികളും മറ്റുള്ളവരും ഓടിയെത്തി കത്രിക്കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊലപാതകത്തിന്റെ കാരണമായ സംഭവം എന്താണെന്ന് വ്യക്തമല്ല. 6 മാസം മുൻപ് വീഴ്ചയിൽ ഇടുപ്പല്ലിന് തകരാറ് പറ്റി കത്രിക്കുട്ടി കട്ടിലിൽ കിടപ്പിലായിരുന്നു. എനിക്ക് ഫോൺ വരുമ്പോൾ ഒരു 11:29 അപ്പോൾ അതിക്ക് മുമ്പ് അങ്ങോട്ട് ഇവിടെ സംഭവം നടന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അമ്മച്ചി സുഖമില്ലാടി, ഒന്നും നോക്കണ്ട, വേഗം പോരെ, ഓട്ടോറിക്ഷ വിളിച്ച് പോരെ എന്ന് പറഞ്ഞു. അപ്പം കുട്ടീനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൊച്ചും ഞാനും മുള്ളിക്കുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ സുഖമില്ലാടക്കണ ആളാലോ. അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചു നോക്കാം. ഇവിടെ വന്നപ്പോൾ പോലീസുകാരുണ്ടല്ലോ, എന്താണെന്ന് നമ്മൾ അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ബ്ലഡ് കിടക്കുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ചേച്ചി കരയുണ്ട്. അങ്ങനെ എനിക്ക് നോട്ടം തെറ്റിപ്പോയി, 1 മിനിറ്റ് അടി ഇച്ചിരി നേരം കൊണ്ട് അതിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ കരയുണ്ട്. അപ്പോഴാണ് മരിച്ചു എന്നുള്ളൊരു മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അപ്പച്ചനെ നോക്കിയപ്പോൾ ഇവിടെയൊന്നും അപ്പച്ചനെ കാണില്ല. അപ്പോൾ ഇവർ ഞങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, അവരക്കകത്ത് കയറണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പച്ചി ആർന്നായിക്കും ചെയ്ത് നമുക്കറിയാൻ പാടില്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പച്ചി ഇറക്കിപ്പോയത്. അപ്പോൾ അപ്പച്ചിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടാകുന്നു. ആ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതോടുകൂടി. കത്രിക്കുട്ടിയെ ഭർത്താവ് ജോസഫും മക്കളും ചേർന്നാണ് പരിചരിച്ചു വന്നിരുന്നത്. കത്രിക്കുട്ടിയുടെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് കാരണമായ വസ്തുത പുറത്തുവരികയുള്ളൂ. മൂവാറ്റുപുഴ ഡിവൈഎസ്പി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. Maharani Wedding Collections, the classic bridal world.